മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വീട്ടിലെത്തി എല്ലാവരും റെഡിയായിരുന്നു. ഞങ്ങൾ നേരെ പുറപ്പെട്ടു. ഫുഡ് കൊടുത്തപ്പോൾ കുട്ടികളത് കഴിച്ചില്ല. പകരം ഞങ്ങൾ കഴിച്ച ക്രീം ബണ്ണിൻ്റെ ഒരു പീസ് തന്നെ കഴിക്കുകയും ചെയ്തു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് അന്ന് അറിഞ്ഞത് 150 കല്യാണം വരെ അന്ന് അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് ടോക്കൺ 65 ആണ് കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്തു. ദെൻ വേഗം ഒരു 8 മണി 8:15 ആയപ്പോഴേക്കും നമ്മുടെ ടൈം ആയപ്പോൾ നമ്മൾ കയറ്റുകയാണ് ചെയ്തത്. ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഡേ ആണെന്ന് തോന്നുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ദേ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. എൻ്റെ കസിൻസും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ മണ്ഡപത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ 5-6 പേരെ മാത്രമേ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുന്നേ ആണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനി നമുക്ക് കല്യാണം കാണാവേ. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. അതിനുശേഷം ആ തിരക്കിൽ തന്നെ നമ്മൾ ഭഗവാനെയും തൊഴുതു. നേരെ വീട്ടിലേക്കല്ല, നമ്മൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. കാരണം അത്രയും ഏർലി മോർണിംഗ് അല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നമ്മൾ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ നേരെ അവിടുത്തെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരെ കൊണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഈവനിങ് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയായി. ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരും ഭയങ്കര ടെററായിരുന്നു ആ ടൈമിൽ. നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ തന്നെയുള്ള ഈ സ്ഥലം പറവണ്ണ ആ ഒരു റീജിയനിലുള്ള ഇനായത്ത് പറഞ്ഞിട്ടുള്ള ഹാളിലായിരുന്നു അവരുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും ഓൺ ടൈമിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഇവർ രണ്ടുപേരും മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരുണ്ടല്ലോ, ധ്രുവും ദക്ഷും. എന്താ പറയുക, ഒരടിക്ക് നമ്മളടുത്ത് അഡ്ജസ്റ്റ് ആവാത്ത രീതിയിലായിരുന്നു 2 പേരും കേട്ടോ. ഒട്ടും താഴത്ത് ഇറങ്ങുന്നുമില്ല, കളിക്കുന്നില്ല. അവർക്ക് ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോയൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തു. 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേഗം ഫോട്ടോ എടുത്ത് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഫംഗ്ഷനും കാര്യങ്ങളും എന്താ പറയുക, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല. 2 പേരും കൂടെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വലുതായിട്ട് മതിയായിരുന്നു കല്യാണം എന്നുള്ളത് അനുവിൻ്റെ. കാരണം ഇവർ നമുക്ക് ഒട്ടും മാനേജബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏജിലുള്ള കുട്ടികളാകുമ്പോൾ, പ്രത്യേകിച്ച് ട്വിൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അതേ നന്നായിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി.